കിട്ടിയ മീനും ചട്ടിയും പാത്രമൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ്. നമുക്ക് ഈ ആത്മസംതൃപ്തി നേടാം. കുറേ കാലങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്കൊക്കെ മുൻപ് കേസ് നമ്മൾ പോകുന്നത് കുളിക്കാനാണ്. കുളിക്കാനല്ല, നമ്മൾ കുറേ കാലമായിട്ട് ചെറുപ്പത്തിലൊക്കെ അലക്കാനും കുളിക്കാനൊക്കെ വന്നിരുന്ന തോടുണ്ട് ഇവിടെ. കുറേ പോകാനുണ്ട്. അതിന് അങ്ങോട്ട് ഓടണേ. ഒരു തോടുണ്ട്. തോടെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ചെറിയ ഭാഗമാണ്. 2 പാറകൾ ഇങ്ങനെ വി ഷേപ്പിൽ നിൽക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തോട് ഇങ്ങനെ പോവാണ് കേട്ടോ. ആ തോട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു ബണ്ട് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ കുഴപ്പമില്ലാത്ത ആഴുണ്ട്. അവിടെ വേണമെങ്കിൽ കുളം പോലെ കുളിക്കാനൊക്കെ പറ്റും. നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. മീനിനെ പിടിക്കാൻ അവൻ പോവല്ലേ, അപ്പോൾ അവനൊരു മീനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോവാ. ഇന്ന് മെസ്സേജ് ഇട്ടായിരുന്നു പറ്റുന്ന പാൻറ്റാ മീനും. ഇറക്കാൻ വെച്ചാൽ ചുരിദാറുണ്ടാവില്ലേ, അതിന് പറ്റുന്ന പാൻറ്റാ ഇതോ. ഓക്കെ, ട്രാക്കാണ് ഓടാനൊക്കെ ഇടുന്ന പാൻറ്റാ. ഫോറസ്റ്റുകാരുണ്ടാവോ? ഇങ്ങോട്ട് വന്നാണ് നിങ്ങള് വികല്ലേ. മീന് കിട്ടുവോ? മീന് കിട്ടൂടാ? നമ്മളിത് അവിടെ എത്തിയില്ല കേട്ടോ. അയ്യോ, ചാണകപ്പ ചവിട്ടണ്ടേ. എന്താ, ഇതാണ് ഇവിടുത്തെ സ്ഥലം. അത് കണ്ടോ, ഇവിടെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കുറേ കാലങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്കൊക്കെ മുൻപ് ഈ അഗ്നിപർവ്വതം പൊട്ടിയിട്ടാണ് പാറുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആ ടൈമിലൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഈ പാറ മൊത്തം ഏതെങ്കിലും ഒരു കാലത്തിൽ അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ടായതായിരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിൽ കൂടെ പോകാൻ. പണ്ട് ചെറുതായിരുന്ന സമയത്തൊക്കെ പെരുന്നാളിനൊക്കെ കുളിക്കാൻ രാവിലെ സുബൈ സമയത്തൊക്കെ ഇവിടെ വരുമായിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവിടെ. കാണിച്ചു തരാം. കണ്ടോ, അവിടെ ഒരു ബാക്കിൽ മലകൾ കണ്ടില്ലേ? കണ്ടോ, അവിടെ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ അങ്ങനെ കാണാൻ പറ്റും. ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഒഴുകണ പോലെ കുറേ ദൂരത്ത് നോക്കുമ്പോൾ കാണുന്നത്. അതിപ്പം ക്യാമറയിൽ കാണൂല. ഞാനല്ലേ മീന് പിടിക്കണേ. വെള്ളച്ചാട്ടം കാണിച്ചു. ഈ വെള്ളച്ചാട്ടം പോലെ തോന്നില്ല, ഇതൊക്കെ മലകളാണ്. ഇതിപ്പോൾ ഏത് സൈഡ്, കടമ്പൻ്റെ സൈഡാണോ അറിയില്ല. എന്നാലും കൊള്ളാം. അല്ല, അവിടെ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. കുറേ അപ്പുറത്തും തുടങ്ങിയിട്ടില്ല. ഈ 2 പാറിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് മൊത്തം ചെറിയ ചെറിയ ചാല. അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ബണ്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചാടി കിടക്കാം. ഇവിടെ ഉണ്ടല്ലോ, മഴക്കാലമായാലും കുറേ ആളുകൾ വരലുണ്ട് കേട്ടോ. ഇപ്പം തോട്ടുമുക്കം, അരീക്കോട്, മുക്കം ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ട് വരലുണ്ട്. കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് മൈസൂർ പെറ്റ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ ഉള്ളിലേക്കൊരു പോക്കറ്റ് റോഡാണ്. അതിലൂടെ വന്നാൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടീമായിട്ട് വരുന്നവർക്ക് കുളിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇപ്പം ഫോറസ്റ്റിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും വരാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ലോക്കൽസ് ആയതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുള്ളൂ. കണ്ടോ, ഇവിടുന്ന് നോക്കിയാൽ കണ്ടോ, കണ്ടോ വി ഷേപ്പിൽ പാറ വരുന്നുണ്ട്. ഓ, നല്ല വെയിലുണ്ട്. കണ്ടോ,
ഓ മഴക്കാറ് വലിയൊരു മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേസ്. പോയൊക്കെ എന്തായാലും ഇപ്പം അത്ര ഒഴുക്കായിട്ടില്ല കേട്ടോ വെള്ളം. ഇപ്പം മഴക്കാലമായി കുറച്ചധികം മഴയൊക്കെ പെയ്താൽ ഇവിടെ അധികം ഒഴുക്കുണ്ടാവുള്ളൂ. ഇപ്പോൾ അത്ര മഴ പെയ്തിട്ടില്ലല്ലോ, മൺസൂൺ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഒഴുക്ക് കുറവാണ് സത്യം പറഞ്ഞാൽ. ചെറുതായിട്ട് ഒഴുകുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, വലിയൊരു ഒഴുക്ക് കാണാനില്ല. ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല ഒഴുക്കിൽ ഇങ്ങോട്ട് വെള്ളം വരലുണ്ട്. അപ്പം അത്ര ഒഴുക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല വെയിലുണ്ട്. നമ്മളിവിടെ ചാടണം കരുതിയിട്ടായിട്ട് വന്നത്, പക്ഷേ വെള്ളം കണ്ടിട്ട് ചാടാൻ തോന്നുന്നില്ല. ഒന്നാമതെന്താ വെച്ചാൽ ഒഴുക്കില്ലാത്തതുകൊണ്ട്, മഴ അത്ര അധികം പെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് വെള്ളം അത്ര ക്ലിയർ ഇല്ല. അതുകൊണ്ടിപ്പം ചാടാൻ പറ്റും തോന്നുന്നില്ല. ഇതിൽ പോയി നോക്കാം, മുകളിൽ പോയി നോക്കാം. ആമ്പലുണ്ടാവാൻ തുടങ്ങിയോ? ഓ ആര്? ആണോ? അവിടെ ആരോ ആമ്പലിൻ്റെ കുറച്ച് ചെടികൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ പൂ ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമായിരിക്കും. കണ്ടോ ആമ്പലിൻ്റെ ചെടി അത്. കഴിഞ്ഞു എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണാം. കറുപ്പുള്ളൊരു കൊക്കുണ്ടോ? ഇതെന്ത് കൊക്കാ ഇത്? അയ്യോ പറഞ്ഞു. മൂപ്പര് വീട്ടിലെത്തിന്ന് തോന്നുന്നു. നമ്മളെ കണ്ടപ്പോൾ പറന്നുപോയി. ഇത് കണ്ടോ, അതാണ് തോണിത്. അതോ അവിടെ ഇങ്ങനെ ഒരു തോണിൻ്റെ ഷേപ്പിൽ ഒരു കുഴിയുണ്ട്, കാണിച്ചിടാം. കടാ തോണി പോലല്ലേ, തോണി. ഞങ്ങൾ തോണിക്കുഴി എന്നാണ് കേട്ടോ ഇതിന് പറയുക. അവിടുന്ന് ഇന്ന് ഇറങ്ങി വരാൻ പറ്റും. നമുക്ക് ചെക്കന് നേരായിട്ട് മീനെ പിടിച്ചു കൊടുക്കാം. മീൻ കിട്ടാവോ നോക്കട്ടെ. എവിടുന്ന് പിടിക്കണേ? കിട്ടിയോ? നോക്കട്ടെ. എന്ത് മീനാ? അങ്ങനെ 4 മീന് കിട്ടിയിട്ടുണ്ട്. കല്ലാമുട്ടിനല്ലേ കിട്ടിയേ? അങ്ങനെ കാണിച്ചു കൊടുക്കാനോ? അങ്ങനെ മീനുകൾ കാണിച്ചു കൊടുക്ക്. ആ കൊള്ളാം കൊള്ളാം. ഹാപ്പിയായോ? ഹാപ്പിയായോ? വിഴണ്ടേ? തെന്നും 4 മീൻ. ഈ മീനെന്താ ചെയ്യാ? കൊല്ലു? ഈ ആര് കൊണ്ട് വളർത്തുവോ? കൊല്ലരുത് കേട്ടോ. കുളിക്കാൻ എന്തായാലും പറ്റില്ല. മുഖ ആത്മസംതൃപ്തി നേടാം. എത്ര പെട്ടെന്നാണ് ആൾക്കാർ ഇങ്ങനെ വളർന്ന് വലുതാവണത്. എത്ര പെട്ടെന്ന് നമ്മളൊക്കെ വലിയതാവണമെന്ന് ആലോചിക്കുക. ചെറുതായിരുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്ന് കുളിക്കാൻ നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു കുറേ കാലം. പിന്നെ അതിന് ശേഷം വന്നിട്ടില്ല. ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ എത്തിയതിന് ശേഷം പിന്നെ വന്നിട്ടേ ഇല്ല. എനിക്ക് നീന്താൻ അറിയില്ലേനു. നീന്താൻ ഞാൻ ഇത്ര കാലം ഞാൻ പഠിച്ചില്ല. അതിന് ശേഷം ഞാനിപ്പം യൂണിവേഴ്സിറ്റിയിൽ പോയതിന് ശേഷമാണ് ഈ നീന്താനൊക്കെ പഠിച്ചത്. അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിട്ട്
ഇപ്പോഴാണ് ഞാൻ നീന്താൻ പഠിച്ചത് സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കലുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു തോടും അതുപോലെ ഈ ഒരു ബണ്ടൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇത്ര കാലം എന്തുകൊണ്ടാണ് ഇവിടുന്ന് നീന്താൻ പഠിക്കാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീനിവാസനൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ സമാധാനിക്കാം. എന്തെങ്കിലും ആവട്ടെ. ഈ കണ്ണ് വെള്ളം തന്നെ അപ്പം റെഡ് കളറാവും. കണ്ടാൽ കള്ളു കുടിച്ച ആൾക്കാരെ പോലെ തോന്നുമെങ്കിലും സംഭവം എന്താണെന്നറിയില്ല, പെട്ടെന്ന് ചുമന്നു പോകും കണ്ണ്. വെള്ളമായാൽ അപ്പം ചുമന്നു കേട്ടോ കണ്ണ്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു. കുളിച്ചില്ല, കുളിക്കാതെയാണ് വരുന്നത്. കുളിക്കാതെ മുഖം മാത്രം കഴുകിയിട്ട് പോകണം. കണ്ടോ, ഇത് ഒരാട് റബ്ബർ തോട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കിട്ടിയ മീനും ചട്ടിയും പാത്രമൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത സ്ഥലത്ത് അടുത്ത വീഡിയോയിൽ അടുത്ത കടലുമായി കാണാം. ബൈ ബൈ.